അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണയായി ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരാണ്, കൂടോത്രവാദികളാണ് എന്നൊക്കെ സാധാരണയായി സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണമാണ്. സത്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ പുതിയതൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോകുന്നില്ല. നമ്മുടെ മുൻഗാമികളായ ആളുകൾ എന്താണോ എഴുതി വെച്ചത് അത് സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം മറ്റു ചില ആളുകൾ ആ ആദർശത്തിൽ നിന്ന് വ്യതിചരിച്ച് പോയി എന്നതാണ് വാസ്തവം. ഇവിടെ സിഹറുമായിക്കൊണ്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. അതിനോടനുബന്ധമായിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധ ഉണ്ടായിട്ടുണ്ടോ? ഇത് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ സമൂഹത്തെ പഠിപ്പിച്ചതാണ്. ഒരിക്കലും തന്നെ സിഹറിനെ നിഷേധിക്കുന്ന ഒരു ലേഖനവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ ആദ്യ കാലഘട്ടത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പിളർപ്പിന് ശേഷം അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം ചോദിച്ചാൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിക്കൽ യഹൂദി നസറാക്കളുടെ സമ്പ്രദായത്തിൽപ്പെട്ടതാണ് എന്നാണ് 2014 ഫെബ്രുവരിയിലെ അത്തൗഹീദിൽ ഇവർ എഴുതി വെച്ചത്. സിഹിറുണ്ടെന്ന് വിശ്വസിച്ചാൽ ഓൻ ജൂതനും നസ്രാണിയാണ്. നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, ഇവിടെ ആരൊക്കെയാണ് ഇപ്പോൾ ജൂതന്മാരും നസ്രാക്കളും? ഞാൻ ഒരു ലിസ്റ്റ് നിങ്ങളെ കാണിക്കാം, മുഴുവൻ വായിക്കാം. സമയം 70ഓളം പണ്ഡിതന്മാർ. ഈ 70ഓളം പണ്ഡിതന്മാർ അവർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സിഹർ ബാധിച്ച ഹദീസ് ഉദ്ധരിച്ചവരും അത് അംഗീകരിച്ചവരുമാണ്. അതിൽ ആദ്യ നൂറ്റാണ്ട് കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് വരെയുള്ള പണ്ഡിതന്മാരെല്ലാവരും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇമാം തഫ്സീർ അൽ അസ്ദി, അതുപോലെ തന്നെ സഈദ് ബിൻ മൻസൂർ, തബഖാത്തുൽ കുബറ, ഇമാം സുഹരി, ഒരുപാട് പണ്ഡിതർ, ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ള മുഴുവൻ മുഹദ്ദിസീങ്ങളും ലോകത്ത് ഏതാണ്ട് എല്ലാ ഹദീസിൻ്റെ കിതാബിലും ഇതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എഴുതിയിട്ടുള്ള ഏതൊക്കെ സീറയുടെ ഗ്രന്ഥങ്ങളുണ്ടോ ആ ഗ്രന്ഥങ്ങൾ മുഴുവനും ഇതുണ്ട്. ഏതൊക്കെ ഭാഷാ ഗ്രന്ഥങ്ങൾ സിഹറുമായി കൊണ്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ ആ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഹദീസിനെ ദിഫാ ചെയ്യാൻ വേണ്ടി, ഹദീസിനെ ശത്രുക്കൾ ആ ഹദീസുകൾക്കെതിരെ ആരോപണം പറയുമ്പോൾ അതിനെ മറുപടി പറയാൻ വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. പ്രവാചകന്റെ താരീഖ് പറഞ്ഞ ഗ്രന്ഥങ്ങളുണ്ട്. ലോകത്തെ എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഈ ഹദീസിൻ്റെ കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 70ഓളം പണ്ഡിതന്മാർ, 70ഒന്നുമല്ല, ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഏതുവടങ്ങനെ വേഗത്തിൽ കാണിച്ചു പോകാൻ മാത്രം. ഞാൻ ചോദിക്കുന്നു, ഈ 70ഓളം പണ്ഡിതന്മാർ സഹോദരന്മാർ ശരിക്കും നെഞ്ചത്ത് കൈവച്ചു ആലോചിച്ചു. ഇവർ ഖുർആൻ തിരിയാത്തവരാണോ? ഇവർക്ക് ബുദ്ധിയില്ലാത്തവരാണോ? ഇവർ ഹദീസിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ച്, അതിൻ്റെ ബലാബലങ്ങളെ സംബന്ധിച്ച് തിരിയാത്തവരാണോ? അല്ലല്ലോ. ഈ ഉമ്മത്തിൻ്റെ ഇജ്മാ ആണത്. ഈ ഉമ്മത്തിൻ്റെ ഇജ്മാ ആണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ തള്ളിക്കൊണ്ടിരിക്കുന്ന കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറയാൻ, വഅല ഹാദാ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദി അല്ലദീ യൻഅഖദു ബിൽ ഇജ്മാ ലാ ഇബ്റത മഅ ഇത്തിഫാഖിഹിം ബിഹസാലത്തിൽ മുഅ്തസില വ മുഖാലഫത്തി അഹ്ലിൽ ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നുള്ള ഇജ്മാ ഉള്ള കാര്യമാണ്. ഏതെങ്കിലും മുഅ്തസിലിയത്തിൻ്റെ ചില ചണ്ടികൾ, റസാലത്ത് എന്ന് പറഞ്ഞ ചണ്ടി എന്നർത്ഥം, ഈ മുഅ്തസിലിയത്തിൻ്റെ ചില ആളുകൾ അവർ നിഷേധിക്കുന്ന നിങ്ങൾ ഒരിക്കലും വകവെക്കാൻ പാടില്ല. അപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാഅനെയാണ് നമ്മുടെ സഹോദരന്മാർ നിഷേധിക്കുന്നതെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരന്മാർ, ഇത് മാത്രമല്ല, ഇതൊക്കെ ഈ മുസ്ലിം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ലേ? മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. പുതിയതൊന്നും പറയണില്ല. ഈ കെ എം മൗലവിയുടെ ഫത്വയിൽ കാണാം, ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഗുണങ്ങൾ എന്നിവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചിട്ടുള്ള ബ്രാത്ത് എന്നിവ കൊണ്ട് മേൽപ്പറഞ്ഞ അവസരങ്ങളിൽ മാരണമോ പിശാച് ബാധ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരം ചികിത്സ നടത്തുന്നത് ദോഷമില്ല. ഇത് മഹാന കെ എം മൗലവി എഴുതിയതാണ്. കെ എം മൗലവിയെ സംബന്ധിച്ച് സിഹർ അംഗീകരിക്കുന്ന ആളുകളെല്ലാം കൂടോത്രവാദികളാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 70ഓളം പണ്ഡിതന്മാർ കൂടോത്രവാദികളാണ് എന്ന് പറയേണ്ടി വരും. മഹാനായ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി കൂടോത്രവാദിയാണെന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ ഇത് അന്ധവിശ്വാസങ്ങളുടെ ലോകമെന്ന് പറയുന്നത് നിങ്ങളുടെ ട്രഷറർ എഴുതിയ പുസ്തകമാണ്.
കേരള നിങ്ങളുടെ ജമിയത്തുലമയുടെ ട്രഷർ എഴുതിയ പുസ്തകത്തിൽ, ഇത് CM മൗലവി എഴുതിയ പുസ്തകത്തിൽ കാണാം, പിന്നെ പിശാചുക്കൾ മനുഷ്യനെ രോഗമുണ്ടാക്കുമെന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ 93-ാമത്തെ പേജിൽ പിശാച് രോഗമുണ്ടാക്കും എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ആദ്യ കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചതാണ്. ഇപ്പൊ ചില ആളുകൾ ഇതൊക്കെ നിഷേധിക്കുകയാണ്. അപ്പൊ മുജാഹിദുകൾക്കല്ലേ വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്, നിങ്ങൾക്കാണ് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ ട്രഷർ എഴുതിയ പുസ്തകമാണ്. ഇതിപ്പോഴും വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലുള്ള മുഴുവൻ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം വലിയ വ്യതിയാനമാണ്. അതേപോലെ തന്നെ മഹാനായ ഉസ്മാൻ ഡോക്ടർ റഹിമഹുല്ലാ, അദ്ദേഹം സൽസബിയിലൂടെ ഇതേ വിഷയം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പിശാചുക്കൾ മനുഷ്യന്മാർ സാഹിറന്മാർക്ക് പല ഉപകാരങ്ങളും ചെയ്തു കൊടുക്കും. അത് കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്വൈത മാർഗം സ്വീകരിച്ച് ഉപബോധ മനസ്സുമായി ലയം പ്രാപിച്ച് പിശാചിന്റെ ശരിയായ മിത്രമായി തീർന്നിട്ടുള്ളവർക്ക് പിശാചിൽ നിന്നുള്ള ചില ഉപകാരങ്ങൾ ലഭിച്ചേക്കും. KNM മുൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം കൂടോത്രവാദിയാണെന്നാണോ? അദ്ദേഹം അഖീദ തിരിയാത്താണെന്നാണോ? അത് പ്രസിദ്ധീകരിച്ച് ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് കൂടോത്രവാദികളാണെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ കുറച്ചൊന്ന് ആലോചിക്കണം. ഇത് മാത്രമല്ല, പ്രവാചകർ സിഹിർ ബാധിച്ചു എന്ന ഹദീസ് ശബാബിൽ വന്നിട്ടില്ലേ? നിങ്ങൾ പിളർന്നു പോയതിന് ശേഷം തന്നെ 2005 വന്ന ശബാബിലെ ചോദ്യോത്തരത്തിൽ സിഹിറും ഹദീസും എന്ന ആ ചോദ്യോത്തരത്തിൽ വളരെ കൃത്യമായി കൊണ്ട് ചെറിയ മുണ്ടം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തരായ റിപ്പോർട്ടുമാരെ പരമ്പര ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന് നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഹിശാമുണ്ട് എന്നൊക്കെ ഇന്ന് പറയുന്നു, അന്ന് പറഞ്ഞ് ഇന്ന് പറയാൻ ധൈര്യമില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേന ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ അതിന് തള്ളിപ്പറയാൻ നമുക്ക് ദോഷകരമായി ഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് 2005 ശബാബാണ്. ഈ ശബാബ് ഇപ്പൊ ഇന്നത്തെ മർക്കസ് ദേവക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ വ്യതിയാനം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ആരോപണമല്ല, തെളിവാ പറയുന്നത്. മർക്കസ് ദേവക്ക് ശരിക്കും ചിന്തിച്ചോളി. ഇനിയോ 2000 ഡിസംബറിൽ പിശാചിന് ഭൗതിക കാര്യങ്ങൾ ഇടപെടാൻ കഴിവുണ്ടോ? പിശാച് വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ചോദ്യം ചോദിച്ചു ചെറിയ മുണ്ടത്തോട്. ചെറിയ മുണ്ടതിന് കൊടുക്കാൻ മറുപടി എന്താ? ദുർബോധനം നടത്തി മനുഷ്യന്റെ ഭൗതിക മനോഭാവം മാറ്റുക എന്നല്ലാതെ ഭൗതിക കാര്യങ്ങളിൽ നിന്നും പിശാചുകൾക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് വാദധാരണയ്ക്ക് യാതൊരു തെളിവുമില്ല. ഇന്ന് തെളിവില്ല എന്ന് ചെറിയ മുണ്ടൻ പറഞ്ഞ വാദത്തെയാണ് നിങ്ങൾ തെളിവാക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് ഇതൊക്കെ ഈ സിഹിർ അംഗീകരിച്ചു എന്നതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ഫലിച്ചു എന്നതിൻ്റെ പേരിൽ ഇവരൊക്കെ കൂടോത്രവാദികളാക്കാൻ നിന്നാൽ ലോകത്ത് അഹ്ലുസുന്ന മൊത്തം കൂടോത്രവാദികളായിക്കാറ് നിങ്ങളെ ആശയപ്രകാരം. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞ ഇമാം റാസി പറഞ്ഞു ഹസാരത്തുൽ മുഅ്തസില എന്ന് പറയുന്ന ആ വിഭാഗത്തിലേക്കുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. ഇവിടെ മുജാഹിദുകൾ സമൂഹത്തിൽ പഠിപ്പിക്കുന്ന ഏതൊരു ആദർശമാണെങ്കിലും അതിന് മുൻഗാമി പറയാത്ത ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെ ദുരാരോപണങ്ങളാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ എഴുതിവിട്ടത്. ഇത് KNM മർക്കസ് ദേവ് പുറത്തിറക്കിയ പുസ്തകമാണ്. ഇരുട്ടകറ്റി ഇസ്ലാഹി പ്രസ്ഥാനം ഇരുട്ട് പരത്തുന്ന നവയാഥാസ്ഥികത കണ്ണടച്ചിരുട്ടാക്കുന്ന മോദൂസം ശംസുദ്ദീൻ ബാലക്കോട്. ഇതിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ വ്യതിയാനവാദക്കാരുടെ ചില സാമ്പിളുകൾ വിജനമായ മരുഭൂമിയിൽ വഴിയറിയാതെ ഒറ്റപ്പെട്ടു പോയാൽ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടാം. എവിടെയാണ് സഹോദരന്മാരെ പറഞ്ഞത്? ആരാണ് സഹായം തേടാമെന്ന് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഔദ്യോഗികമായി പുറത്തിറക്കിയ പുസ്തകത്തിൽ പോലും ഇത്രമാത്രം വലിയ കളവുകൾ എഴുതേണ്ടത് എന്തിനാണ്? പരലോകത്തേക്ക് പടച്ചറബിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഈ കളവ് ചോദ്യം ചെയ്യപ്പെടൂലേ? ഇവിടെ ലോകത്ത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഏത് മുജാഹിദാണ് ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്ന് പറഞ്ഞത്? ഇത് ദുരാരോപണമല്ലേ? ഈ ഇത്രയും പിഴച്ച വാദങ്ങൾ നമ്മുടെ മുൻഗാമികളായ ആളുകളെ തള്ളിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അത് സ്വീകരിക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ദുരാരോപണങ്ങൾ പറയുക എന്നുള്ളത് അവസാനിപ്പിക്കണം. എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം? ആ പാരമ്പര്യത്തിലേക്ക് എല്ലാവരും തിരികെ വരണം. പ്രമാണബദ്ധമായ പാരമ്പര്യമാണത്. അത് നിഷേധത്തിൻ്റെതല്ല എന്ന് കൂടി നമ്മളെല്ലാം തിരിച്ചറിയുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കും.